നല്ല വെറ്റിലൊന്നും ഇപ്പൊ കിട്ടാനില്ലല്ലേ? വയറ്റിൽ അസുഖോ? എനിക്ക് വയറ്റിൽ അസുഖമൊന്നുമില്ല. നോക്കൂ നോക്കൂ, ആരാ മനസ്സിലായോ? ഭാര്യയും മോനുമാണത്. എന്താ പേര്? പാണ്ഡു. പാണ്ഡു പാച്ചു. പാച്ചു എന്നാ പേര്. പാർത്തന്നാ പേര്. പാച്ചു എന്ന് വിളിക്കൂ. പാണ്ഡു നല്ല പേരാ. മഹാഭാരതത്തിലൊക്കെ അല്ലേ മഹാരാജാവ് അർജുനന്റെ അച്ഛനാണ് പാണ്ഡു. ഇവിടെ എന്തെങ്കിലും പറയണെങ്കിലേ ഉറക്ക പറയണം, എനിക്ക് ചെവി കമ്മിയാ. പിന്നെ ഞാനിന്ന് വന്നതേ, ഞങ്ങൾക്ക് ഗുരുവായൂരപ്പൻ കോളേജിലെ കുറെ രഹസ്യങ്ങൾ പറഞ്ഞ് ചിരിക്കാണ്ട്. വേണമെങ്കിൽ കേൾക്കാം. ഇവിടെ ഇരിക്കാം. വെള്ളെടുത്തോളൂ, വെള്ളെടുത്തോളൂ. ഈ പഴയ കേസ് കെട്ടുകളൊക്കെ എന്തിനാ ഇവിടെ ഇങ്ങനെ പറയുന്നത്? കേസ് കെട്ട്. പണ്ട് ഗുരുവായൂരപ്പൻ കോളേജിൽ തനിക്കൊരു കേസ് കെട്ടില്ലായിരുന്നു? ദേവി ചെയ്തിട്ട് എന്റെ ശാന്തി സമാധാനം. അതന്നെ അതന്നെ, ശാന്തി. അത് തനിക്ക് യോജിച്ച കുട്ടിയായിരുന്നു. അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഏതാ ശാന്തി? വെറുതെ അല്ല, കോളേജ് യൂണിയന് പോവാൻ നേരത്ത് ഭയങ്കര ഉഷാറ്. അവളെയും കണ്ടിട്ടുണ്ടാവും. വന്നതിന് ശേഷം ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ. എന്താ തർക്കം? ചായപ്പൊടി കഴിഞ്ഞിട്ടാണോ? ചായ വേണമെന്നില്ല, ചുക്കുള്ളായാലും മതി. ഇത്രയും നാളെ ഒരു ഗീതയുടെ പുറകെയായിരുന്നു. അറിയോ ഗീതേനെ? പൊക്കുന്നു ഗീത. ഞാനും ഈ സുഹൃത്തും കൂടെ എത്ര ന്യൂൺ ഷോ കാണാൻ പോയതാണെന്നറിയോ? അതല്ല, ഒരു പ്രഭേനെ അറിയോ? പ്രഭാകരന്റെ ക്യാൻറ്റീനെ പറ്റിയായിരിക്കും. പ്രഭാകരന്റെ ക്യാൻറ്റീനിൽ പറ്റില്ലാത്തവരില്ല അന്ന്. ഈ ചങ്ങായിക്ക് ഒരു 350 റുപ്യ പറ്റുണ്ടായിരുന്നു. അത് ഞാൻ പട്ടാളത്ത് പോയതിന്റെ ആദ്യത്തെ ശമ്പളം കിട്ടിയിട്ടാ തീർത്തത്. ചോദിച്ചു നോക്കും. ഇപ്പൊ ലോകിയക്കാരിക്കും പെൺകുട്ടികളെ പഴമ്പരി നീട്ടിക്കലാ. ഇങ്ങനെ ഓരോ ഇനി എന്തൊക്കെ ഞാൻ കേൾക്കണം? പുറത്തു വന്നത് കണ്ടില്ലേ? സത്യങ്ങളെല്ലാം പുറത്തു വന്നത് കണ്ടില്ലേ? ഞാൻ വെറുതെയാണ് നിങ്ങൾ സംശയിക്കുന്നത്. നിങ്ങൾ പറയുന്നത് എപ്പോഴും എനിക്ക് സംശയമാണല്ലേ? എന്തുകൊണ്ട് സംശയമാണോ? അത് സത്യല്ലേ? ഓരോന്ന് പറഞ്ഞാൽ കേട്ടില്ലേ? ഒരു മിനിറ്റ് നിർത്ത്. ഈ പഴംപരിക്ക് ഞാനൊന്നൊരു തീരുമാനം ഉണ്ടാക്കി തരട്ടെ. അതെ അതെ, ഒന്നെണീക്കൂ. എന്താ അനുഗ്രഹിക്കാനാ? ഒന്ന് തിരിഞ്ഞേക്കൂ. അല്ല സുഹൃത്തെ, പുറത്ത് നടക്കുന്നില്ലേ? അല്ല, അതിന്റെ ടിക് ടിക് ശബ്ദമൊക്കെ കേൾക്കാണ്ടിപ്പോ നേരെയുണ്ട്. ഒറ്റയടിക്ക് കേൾവി ശക്തി തിരിച്ചു കിട്ടിയോ?